എന്ത് കോണത്തിലെ പരിപാടി എടുത്താൻ കാണിച്ചത്? 3-3.5 മണിക്കൂർ ഇവിടെ നിന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് തന്റെ സൗകര്യത്തിലല്ല താൻ വരുന്നത്. അല്ല 4:30 ആയിട്ടില്ലല്ലോ. 4:30 അവൻ കാത്തു നിൽക്കണമായിരുന്നോ? ഞാൻ എത്ര തവണ വിളിച്ചു പറഞ്ഞ നേരത്തെ താൻ. മമ്മൂക്കയുടെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു, പുള്ളി പോയി. എടാ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഏറ്റവും വലിയ അഭിലാഷമായി നടക്കുന്ന ഒരാളാണ് ഞാൻ. അതിനാണ് ഞാനൊരു പടം പിടിക്കുന്നത്, അറിയാമോ? അതെ, വള്ളം തുഴയേണ്ടവൻ വള്ളം തുഴയണം, ക്ഷവരം ചെയ്യേണ്ടവൻ ക്ഷവരം ചെയ്യണം. അതുപോലെ ഓരോരുത്തർക്ക് ഒരു പണി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റുള്ളൂ തന്നെ കൊണ്ടേക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹോമിയോ ഡോക്ടർ ഹോമിയോ രോഗികൾക്ക് ഒരു ഗുളിക കൊടുത്താൽ മതി, മനസ്സിലായ? അല്ലാതെ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കാൻ നടക്കരുത്. ഒരു എഴുത്തുകാരൻ നടക്കണം, എഴുത്തുകാരൻ. വേറെ ആരെങ്കിലും നോക്കണോ? രാജേട്ടൻ പറഞ്ഞാൽ എന്താ? ഹലോ, എങ്ങാട് പോണ്? നടക്കാത്ത പടത്തിന്റെ ആൾക്കാരല്ലേ, നടന്നു പോയാ മതി. ഞങ്ങളാ എങ്ങാട് ഒന്ന് തന്നാ ഞാൻ. നീയാണ് ഇതിനൊക്കെ കരകര പന്നി. ഇപ്പൊ പറഞ്ഞേക്ക ഞാൻ ബിരാദരന്മാർക്ക് അറിയാൻ പാടില്ല. അതെ, ആ ബാഗ് ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. തൃപ്തിയായല്ലോ, രണ്ടുപേർക്ക് തൃപ്തിയായല്ലോ. ഈ റൈറ്റർക്ക് പോലും താല്പര്യമില്ലാത്ത സ്ക്രിപ്റ്റ് എന്തിനാണെന്നാ അവര് ചോദിച്ചത്. ഇതിപ്പോ എന്റെ ബാഗ് കലൂർക്ക് ആരെങ്കിലും പോകണ്ട ഏട്ടാ? കലൂർക്ക് ആരെങ്കിലും പോകണ്ട ഏട്ടാ? ഞാൻ ഈ സിനിമ പരിപാടിയൊക്കെ വിടുക പ്രിയേട്ടാ, അതല്ലാതെ വേറൊരു വഴിയില്ല. വീട്ടിലെ സിറ്റുവേഷനും അതാണേ. അപ്പച്ചൻ കുറേ നിർബന്ധിക്കുന്നു വിസിറ്റേഴ്സ് എടുത്ത് വല്ല ഗൾഫിലോട്ടും പോവാൻ. ഇനിയിപ്പോൾ അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പിടിച്ചിരിക്കാനായിട്ട്. ഏടോ എല്ലാം ശരിയാവിടും. ഒന്നും ശരിയാവത്തില്ല പറയട്ടാ. വേണ്ട, വിട്ടേരെ. അപ്പം ശരി. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ ഓട്ടോ എടുത്തോളാം. ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നാ ശരി, ഞാൻ കൊട എന്തെങ്കിലും എടുത്തിട്ട് വരാം. താങ്ക് യു. അപ്പോൾ ശരി. എൻ്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ കയ്യിൽ, വിളിച്ചാൽ മതി ഫ്രീ ആവുമ്പോൾ. ശരി. മിസ്റ്റർ പ്രിയദർശൻ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്ന ഒരു ദിവസമായിരുന്നില്ലേ? നിങ്ങളെന്തിനാ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന്? എല്ലാവരും ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ടല്ലേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കൂ? നമ്മൾ ചെറുപ്പത്തിൽ ലെമൺ സ്പൂൺ റേസ് കളിച്ചിട്ടുണ്ടാവില്ലേ? ഈ സ്പൂണിൻ്റെ അറ്റത്ത് നാരങ്ങയെല്ലാം വെച്ചിട്ട്. ആ മത്സരത്തിനൊടുവിൽ ആര് ഫസ്റ്റ് എത്തുന്നു എന്നുള്ളതിലല്ലോ കാര്യം. നമ്മളെത്തുമ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്കങ്ങനെ എൻ്റെ ചുറ്റുമുള്ളവരെ വിട്ടു കളഞ്ഞിട്ട് അങ്ങനെ ആദ്യം എത്താൻ ആഗ്രഹമില്ല. ഇനി അങ്ങനെ എത്തി വിജയിച്ചാൽ തന്നെ അതിലൊരിക്കലും എനിക്ക് സന്തോഷിക്കാനും പറ്റില്ല. We'll surely see. Thank you. Bye.
പ്രിൻസ് സാറേ, ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം സാറേ. ശരി. പ്രിയ, ആ പ്രിയ, മാഷൻ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫുഡ് ആ വനതോട് മേളിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ താങ്ക് യു കേട്ടോ. ശരി. പ്രിയ, നാളെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ ആള് വരുന്നു പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്ന മോനെ വിചാരിച്ചേ. സന്തോഷായിട്ടോ. താങ്ക്സ്. പ്രിയേട്ടാ, ഞാൻ ഇന്നലെ ആട്ടോ എത്തിയത്. ഇവളുടെ ഡെലിവറി സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ശരി എന്നാ കാണാം.